സേവറക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യണത്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റാഫുകൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം മെഷർ ചെയ്ത് നമ്മൾ ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കും. അതായത് ഇതൊരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റാഫിന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇത് റെഫർ ചെയ്ത് സെയിം ടേസ്റ്റിലും സെയിം ക്വാളിറ്റിയിലും അത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ ലോഗോ, നമ്മുടെ ഡേറ്റും കാര്യങ്ങളും, പിന്നെ ആരാണ് ഇഷ്യൂ ചെയ്തത്, ആരാണ് അപ്രൂവ് ചെയ്തത്, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം. അതായത് ഇപ്പോൾ നമ്മൾ ബീഫ് പിക്കിളിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നെയിം, പിന്നെ ഇതിൻ്റെ പർപ്പസ്, പിന്നെ നമ്മുടെ ഇതിൻ്റെ സെലക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യണത്, പിന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇത് യൂസ് ചെയ്യണത്, അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും, പിന്നെ മെത്തേഡ് ഓഫ് കുക്കിംഗ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഏതാണ് മെത്തേഡ്, നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കണം. പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ലേബലിൻ്റെ ഒരു ഫോട്ടോ. അതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ SOPയുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.